ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വ്രതങ്ങളായിട്ടും ക്ഷേത്രാടനമായിട്ടും തീർത്ഥാടനമായിട്ടും ഒക്കെ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നിസ്വാർത്ഥമായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തന്മാര്, അതുപോലെ തന്നെ നിഷ്കാമകർമ്മത്തോടുകൂടി മറ്റുള്ളവർക്ക് ഈശ്വരഭാവത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ബ്രാഹ്മണര്, ജ്ഞാനികള്, എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് പല ദിക്കുകളിലായി ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, ഇവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കലികാലത്ത് ഇതുപോലെ ഒത്തുകൂടുവാനും, ഒത്തുകൂടിയാൽ തന്നെ അവിടെ ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുക ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ ആ തൃപാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. സത്സംഗം എന്നത് കിട്ടാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പൊ നമുക്ക് അടിക്കടി നമുക്ക് സത്സംഗം കിട്ടുമ്പം അതും നമുക്ക് ഒരു മതത്തെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാല് അമൃതം അല്ലെ, എന്താണ്, അധികമായാൽ അമൃതം വിഷം എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ സത്സംഗങ്ങളും നമുക്ക് അധികം ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വിരക്തി നമുക്ക് വന്നു ചേരാം. അതിൽ തെറ്റൊന്നുമില്ല ശരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മള് നിന്ന് അന്യമായിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ കണ്ണുകൾക്ക് ഗോചരമായിട്ടുള്ള വസ്തുക്കള്, ഭൂമിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ മായയാണത്. ഇതും മായയാണ് ശരിക്കും. ഈ സത്സംഗവും മായയാണ്. അതിലെ 19ാമത്തെ അധ്യായത്തിൽ ഉദ്ധവനോട് പറയുന്നുണ്ടല്ലോ, ഉദ്ധവ, ജ്ഞാനവും വിജ്ഞാനവും കൂടി തന്നിൽ നിന്ന് വിട്ടുപോകുമ്പോഴേ തനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സജ്ജനമായിട്ട് മാറുള്ളൂ എന്ന് പറയാണ്. ഇപ്പൊ താനും ഞാനും ഒന്നാണെന്നുള്ള ഒരു ബോധത്തില് ഒരു തടസ്സമാണ് ശരിക്ക് ഈ ജ്ഞാനവിജ്ഞാനങ്ങളൊക്കെ. അപ്പൊ അതും കൂടി ഉപേക്ഷിക്കണം. അതുപോലും മായയാണെന്നാ പറയുക. അപ്പൊ പിന്നെ ഈ സത്സംഗത്തിന്റെ കാര്യം നമുക്ക് പറയാനുണ്ടോ ശരിക്ക്? അപ്പോ ഈ ഏത് കാര്യമാണെങ്കിൽ പോലും അല്ലെ, നഹ്യം മയാനി തീർത്ഥാനി പറയുന്നില്ലേ, ഗംഗയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഗംഗയുടെ മഹത്വം അറിയാൻ സാധിക്കില്ല. ഗംഗയുടെ അടുത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം അല്ലെ, സാധാരണ ഒരു നദി അല്ലെങ്കിൽ എന്താണ് ഒരു കുളം, കുളിക്കാൻ പറ്റിയ ഒരു കുളം അല്ലെങ്കിൽ നദി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ദൂരെ ഗംഗയിൽ നിന്ന് വിട്ട് ഗംഗയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം തൃപാദങ്ങള്, ഭഗവാന്റെ തൃപാദങ്ങള് അല്ലെ കഴുകിയതായിട്ടുള്ള, അല്ലെങ്കിൽ അത് തീർത്ഥീകരിച്ചതായിട്ടുള്ള ആ തീർത്ഥം എന്ന് പറയുന്നത് അല്ലെ, നമുക്കൊക്കെ എത്രയോ പരിപാവനമായിട്ടുള്ള, പവിത്രമായിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ ഇതറിയില്ല എന്ന് പറഞ്ഞാല്. അപ്പം എന്താണ്, അടുത്ത് വരും തോറും എന്താണ്, അനാദരവിന് കാരണമായിട്ട് വരികയാണ് എന്ന് പറയാണ്. അടുക്കും തോറും എന്താണ്, അനാദരവിന് കാരണമാകുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സത്സംഗം. അധികമാകുമ്പോഴും അത് അനാദരവായിട്ട് മാറുകയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അത് നമുക്കൊരിക്കലും ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരരുത് പറയുകയാണ്. അല്ലെ, ദിവസവും അമ്പലത്തിൽ പോയി 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 അമ്പലത്തിലേക്ക് പോകാൻ ഒരു വിമുഖത വരുന്ന ഒരവസ്ഥ ആയി കഴിഞ്ഞാലോ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് ശരിക്കും? യഥാർത്ഥമായിട്ടുള്ള ആ രസത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ഷേത്രാടനമായാലും തീർത്ഥാടനമായാലും പൂജ ആയാലും അല്ലെ, ഇനിയിപ്പോ പൂജ കഴിക്കുന്നവരായിക്കോട്ടെ, അപ്പം നമ്മളുടെ കർമ്മങ്ങളൊക്കെ ആധാരം എന്തായിരിക്കണം ശരിക്ക്? നമ്മളുടെ ഒരേ ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കണം. ഈ ലക്ഷ്യം നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ്, ലക്ഷ്യം വിട്ടുപോകും എപ്പോഴാണ്?
സത്സംഗത്തിന്റെ ലക്ഷ്യം എന്താണ് ശരിക്ക്? നമ്മുടെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും മാറി കുറച്ചു നേരത്തേക്ക് നമുക്ക് അല്ലെ ഒരു ശാന്തത, സമാധാനം അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. അവിടെയാണ് സത്സംഗം. അപ്പൊ ആ സത്സംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഈ ലക്ഷ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് എപ്പോഴാണ്? നമ്മൾ അതില് നമ്മളുടെ വിചാര ഭേദങ്ങള് അതില് ഇൻപുട്ട് ചെയ്യുമ്പം നമ്മളുടെ ലക്ഷ്യം മാറിപ്പോവുകയാണ് അവിടെ, അല്ലേ? നമുക്കറിയാം മഹാബലിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം, അല്ലെ? സജ്ജനം മഹാബലിയുടെ അത്രയും ഒരു യോഗ്യനായിട്ടുള്ള ഒരു സജ്ജനം, ഭക്തൻ എന്ന് പറഞ്ഞാൽ വേറൊരാളില്ല എന്ന് പറയേണ്ടി വരും. അത്ര കണ്ട് മഹാത്മാവായിരുന്നു, അല്ലെ, മഹാബലി. ആ മഹാബലിയെ പോലും ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എങ്കിൽ, അല്ലെങ്കിൽ മഹാബലി അനുഗ്രഹിച്ചതായിരിക്കാം എങ്കിൽ പോലും, അപ്പൊ നമ്മളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കാം. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഉള്ളില്, അല്ലെ, ഈ ഞാനെന്നും എൻ്റേതെന്നുള്ളൊരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്കവിടെ നമ്മളുടെ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ് അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മളുടെ സത്സംഗത്തിന്റെ ഉദ്ദേശം തന്നെ ഈ ഭാവം വരാതെ ഒരു യന്ത്രമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണം. എങ്ങനെ യന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കുക? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ, അല്ലേ, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ നിത്യവസ്തുവായിട്ടുള്ള കാരണ സ്വരൂപമായിട്ടുള്ള ജീവബോധ ചൈതന്യമാണ് ഓരോ കർമ്മത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് നമ്മളെ കൊണ്ട് ഉറപ്പിക്കുകയാണ് അവിടെ. അപ്പം ഇതിനെ നമുക്ക് ഉറപ്പിക്കലാണ് യഥാർത്ഥത്തിൽ സത്സംഗം. അപ്പൊ സത്സംഗത്തിൽ വന്നിട്ടും നമുക്ക് ദുഃഖമാണെങ്കിൽ എന്താ കാര്യം? അപ്പോഴും നമ്മളുടെ വിചാരങ്ങളൊന്നും നമ്മൾ കളയാൻ തയ്യാറാവുന്നില്ല. അത് മായയാണ് ശരിക്ക്. ആ മായയിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് പറയുകയാണ്. നമ്മളുടെ ദ്രവ്യമായിക്കോട്ടെ, കർമ്മമായിക്കോട്ടെ, കാലമായിക്കോട്ടെ, സ്വഭാവമായിക്കോട്ടെ, ജീവനായിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ നിയന്ത്രണം എന്നുള്ളത് ആ പരമചൈതന്യമായിട്ടുള്ള ബോധം ആണ്, ബോധസ്വരൂപനാണ്. അതാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത്. നമ്മളുടെ പൊട്ട ബുദ്ധി കൊണ്ട് നമുക്ക് പലതും, അല്ലെ, തോന്നുകയാണ് ശരിക്ക്. നമ്മളെ തെറ്റിച്ച് അല്ലെങ്കിൽ മായയിൽ ഭ്രമിപ്പിച്ചു വിടുമ്പോൾ അതിലൊന്നും നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അതല്ലേ ശരിക്ക് ആ മായയിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്സംഗം, അല്ലെ? ഭാഗവതം മുഴുവൻ നമുക്ക് സത്സംഗത്തിന്റെ മഹത്വമാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ആ സത്സംഗത്തിൽ നിന്ന് എന്താ ഭാഗവതം കാണിച്ചു തരുന്നത്? അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് ഈ മായയെ ജയിക്കാൻ സാധിക്കണം. കാണുന്നത് മുഴുവൻ മായയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ക്ഷേത്രങ്ങളിൽ പോയി ചെന്ന് കഴിഞ്ഞാലും എന്താണ്, അവിടെ ചെന്നാലും നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളാ, അല്ലേ? പലതരത്തിലുള്ള സംശയങ്ങളാ. ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയാകുക എന്ന് നമുക്ക് തന്നെ അറിയില്ല ശരിക്കും. അപ്പൊ അവിടെ പോലും ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് എനിക്ക് വേണ്ട പോലെ തൊഴാൻ സാധിച്ചില്ല, എനിക്ക് വേണ്ട പോലെ അവിടുത്തെ വഴിപാടുകൾ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല, എനിക്ക് വേണ്ട പോലെ വേണ്ട പോലെ എന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മൾ ഓരോന്ന് നിശ്ചയിക്കുകയാണ്. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റെന്ന് നമ്മൾ നിശ്ചയിക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ. കാരണം എന്താണ്? ഈ എന്നെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? എന്നെ കൊണ്ടുപോകുന്നതും അവിടെ ഇരിക്കുന്ന പരമചൈതന്യം തന്നെ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവണം. ഇപ്പൊ ക്ഷേത്രത്തിൽ ചെന്നാലും തീർത്ഥാടനങ്ങൾക്ക് പോയി കഴിഞ്ഞാലും, അല്ലെങ്കിലോ ഒരു ഭാഗവതം ഒന്ന് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ നാരായണീയം വായിക്കുമ്പോഴും, സത്സംഗങ്ങളിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു പരമാനന്ദം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ശരിക്ക് ആ ആരാധനയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആ മമതാഭാവം നമ്മളിൽ നിന്ന് വിട്ടു പോകണം ശരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക്
അല്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വഴിപാടുകൾ പോലും നമുക്ക് നേരാവണ്ണം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരിക. അതൊന്നും വരരുത് ശരിക്കും. ദേഷ്യം, സങ്കടം, സന്തോഷം, ഇതൊന്നും, വികാരങ്ങളൊന്നും ഒരിക്കലും എന്താണ് നമ്മൾക്ക് യോജിച്ചതല്ല എന്ന് കാണിക്കുകയാണ് അവിടെ. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോയാൽ പോലും എന്താണ്, അവിടെ ചെന്ന് നമുക്കൊന്നും ഭഗവാനോട്, അതല്ലേ പറയുന്നത്, ഭഗവാനോട് ഒന്നും നമുക്ക് ആവശ്യപ്പെടാനില്ല എന്നൊക്കെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മളല്ല ഒന്നും ചെയ്യുന്നത്. നമ്മളല്ല ഒന്നും ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഒന്ന് പറയാം, എന്താണ്, ഭഗവാനെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വീകരിച്ചോണം, എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന അങ്ങാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും നമുക്കത് പറയാനും യോഗ്യതയില്ല ശരിക്കും. അപ്പം നമ്മള് യന്ത്രമാണ് 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 എന്നുള്ള ഒരു സത്യത്തെ മറക്കാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് പരമശാന്തി എന്ന് പറയുന്നത് അതാണ്. അതാണ് സമാധാനം എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മളെ സമാധാനത്തിന് പോലും, ശാന്തിക്ക് പോലും നമ്മൾ അല്ലെ പറയാറില്ല, നമ്മള് ഇനി കുറച്ചു നേരമെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ചൂടാകുക. അപ്പം അവരോട് ആ ഒരു വികാരം വന്നാൽ നമുക്ക് എങ്ങനെ ശാന്തിയായിട്ടിരിക്കാൻ പറ്റുന്നത്? എത്ര സ്വസ്ഥതയായിട്ടിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എത്ര പണം ഉണ്ടായാലും അല്ലെ, എത്ര ബന്ധുബലം ഉണ്ടായാലും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നത് എപ്പോഴേ ഉള്ളൂ? ഇതൊന്നും തന്നെ ബാധിക്കാതെ അല്ലെ, തന്നെ കൊണ്ടാണ് ഓരോന്നും ചെയ്യിക്കുന്നത്. ഈ കർത്തൃത്വബോധമൊക്കെ മുഴുവൻ നമുക്ക് ഭഗവാനിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ ഫ്രീ ആയി. അല്ലേ? നമ്മൾ പറയാറില്ലേ, നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം ആ GM-ന് ഉള്ള, അല്ലെങ്കിൽ ആ ഉടമസ്ഥനുള്ള ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഒരു റിസ്കോ ഈ ജോലി ചെയ്യുന്നയാൾക്കുണ്ടോ? ഇല്ല. അയാൾക്ക് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെയുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതുവരെയുള്ള അയാളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം. മറ്റേതങ്ങനെയാണോ? മറ്റങ്ങനെയല്ല. അപ്പൊ എന്തായി? അപ്പം അതിന്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുമ്പം അവരെ ഒന്നും ബാധിക്കാത്തതുപോലെ നമ്മളും നമ്മളുടെ കർമ്മങ്ങൾക്കൊക്കെ ആധാരമായിക്കൊണ്ട് നമ്മളുടെ ഉള്ളില് ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് അങ്ങോട്ട് ഉറപ്പിക്കണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇന്ന് അല്ലെ പറവകളൊക്കെ സ്വതന്ത്രമായിട്ട് ആകാശത്തു കൂടി പറന്നു പോകുന്നത്, അതേപോലെ നമുക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഈ ജീവിത ആകുന്ന ഈ ആകാശത്തുകൂടെ നമുക്ക് സുഖമായിട്ട് പറന്നു പോകാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അപ്പൊ പതിവ് പോലെ നമുക്ക് അല്ലെ, ഈ ലോകത്തിന്റെ ദുഃഖങ്ങള്, പലതരത്തിലുള്ള ദുഃഖങ്ങള്, അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നും നമ്മൾ പ്രത്യേകം പറയും അല്ലേ. നമുക്കൊന്നും നമ്മളുടെ സുഖങ്ങളിൽ മാത്രം നമ്മൾ രമിക്കാതെ നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പം നമ്മളൊക്കെ എത്രയോ ഉയർന്ന ഒരു സ്ഥലത്താണ് തോന്നിപ്പോകും നമുക്ക് അല്ലേ. കണ്ണ് കാണാൻ വയ്യാതിരിക്കുക, കാത് കേൾക്കാൻ വയ്യാതിരിക്കുക അല്ലേ, അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവര്, അവയവങ്ങൾ ജന്മനാ ഇല്ലാത്തവര്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ണു ഓടിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്ത് അഹങ്കരിക്കാനാണ് ശരിക്കും? അപ്പം നമുക്ക് കിട്ടിയതിൽ അഹങ്കരിക്കാതെ എന്താണ്, അല്ലെങ്കിൽ കിട്ടാത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാതെ നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് നമ്മളോടൊന്ന് ചേർത്ത് പിടിക്കാൻ, അവരുടെ ആ ഒരു സങ്കടത്തിലൊന്ന് പങ്കുചേർന്ന് അവരെ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ ഇതിനപ്പുറം ഒരു പുണ്യം വേറൊന്നുമില്ല അല്ലെ. ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദാനം? എന്താ ദാനം എന്ന് പറഞ്ഞാല് വേറെ ഒന്നും വേണ്ട. ആരെയും ഉപകരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിലും എന്താണ്, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക. അത് തന്നെ വലിയൊരു ദാനമാണ്, ലോകത്തിന് കൊടുക്കുന്ന വലിയ ദാനം. ദണ്ഡന്യാസപരം ദാനം. ദണ്ഡന്യാസപരം ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അല്ലെ ഒരു ദണ്ഡവും അനുഭവിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മളുടെ ജീവിതം കഴിച്ചു കൂട്ടാൻ സാധിക്കുക. അതിന് വലിയൊരു ദാനമാണത്. അതിനെയൊക്കെ നമുക്ക് സാധിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ജ്വരസ്തുതി ചൊല്ലി നമുക്ക് പതിവായിട്ടുള്ള ആ ഭാഗവത വിശകലനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓ
ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ജീവരോഹ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലയൈവോപപന്നൈർദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.